ഹലോ, ഗുഡ് മോർണിംഗ്. കൊമേഴ്സ് ഹട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും എല്ലാം പറഞ്ഞു. ഇനി നമ്മൾ റിസ്ക് ആണ് പറയാൻ പോകുന്നത്. റിസ്ക് മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഇൻ ബിസിനസ് ഓർ പ്രോബ്ലം ഓർ ചലഞ്ചസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഇഷ്യൂസാണ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ടെക്നോളജി റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്? നമ്മൾ ടെക്നോളജി ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പുതിയ ടെക്നോളജിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. ഇതാണ് ടെക്നോളജി റിസ്ക് മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഘടന എന്ന് പറയുന്നത്. ടെക്നോളജി റിസ്ക് മാനേജ്മെൻറ്റ് നല്ല എഫിഷ്യൻ്റായി കൊണ്ട് നടക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഡെവലപ്മെൻറ്റിന് ഈസി ആയിട്ട് എഫിഷ്യൻ്റായിട്ട്. തേർഡ് പാർട്ടി റിസ്ക് മാനേജ്മെൻറ്റ്. 1000 ഓഫ് തേർഡ് പാർട്ടി ഇൻ്റർമീഡിയറീസ് ഉണ്ടാവും നമ്മുടെ ബിസിനസ്സിൽ. ഈ തേർഡ് പാർട്ടി എന്ത് ചെയ്യണം? നമ്മളുടെ ഈ കമ്പനീസിൻ്റെ എല്ലാ ഇൻഫർമേഷനൊക്കെ നമ്മൾ ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് കൈമാറേണ്ടി വരും. അവിടെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ തേർഡ് പാർട്ടി റിസ്ക് നമ്മുടെ പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ എല്ലാ ഹിഡൻ വാല്യൂസിനും ചിലപ്പോൾ വേറൊരു ഇതിലേക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അവിടെ റിസ്ക് ഉണ്ടാവും. അതാണ് തേർഡ് പാർട്ടി റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. തേർഡ്, ഫ്രോഡ് ആൻഡ് മിസ്കണ്ടക്ട്. എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് നമ്മുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നിടത്തുണ്ടാകുന്ന റിസ്ക്. ക്രൈസിസ് മാനേജ്മെൻറ്റ്. അച്ചീവിങ് കംപ്ലൈൻസ് ആൻഡ് പ്രോഗ്രാം ഇഫക്റ്റീവ്നെസ്. നമ്മളെ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും പ്രോസസ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന റിസ്ക് മാനേജ്മെൻറ്റ്. ലാക്ക് ഓഫ് മീനിങ്ഫുൾ റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സ്. റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സിലുണ്ടാകുന്ന അതായത് നല്ല റിസ്ക് മാനേജ്മെൻറ്റിലുണ്ടാവുന്ന ഒരു അറിവിൻ്റെ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സിൻ്റെ ലോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ലാക്ക് ഓഫ് ഓപ്പൺ ആൻഡ് വെയർ കൾച്ചർ. മെനി റിസ്ക് അനലൈസിസ് ടെക്നിക്സ്. എങ്കിലും ടെക്നിക്സിലുണ്ടാവുന്ന അനലൈസിലുണ്ടാവുന്ന റിസ്ക്. പിന്നെ പ്യുവർ ഔട്ട്കം, നമ്മുടെ ബിസിനസ്സിൻ്റെ ഔട്ട്കമ്മിലുണ്ടാവുന്ന കുറവ്. ലാക്ക് ഓഫ് അനലൈസിസ് ആൻഡ് എക്സ്പെർട്ട് ആൻഡ് ടൈംസ്. നമ്മുടെ എക്സ്പെർട്ടൈസിൻ്റെയും സമയത്തിൻ്റെയൊക്കെ ഒരു അനലൈസിലുണ്ടാവുന്ന കുറവ്. ഇഷ്യൂസ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസ്ക്. നമ്മുടെ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നിടത്തുള്ള ഇഷ്യൂസ്. ഇതാണ് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റിൽ പറയുന്നത്. എന്തൊക്കെയാണ്? ടെക്നോളജി റിസ്ക്, തേർഡ് പാർട്ടി, ഫ്രോഡ്, മിസ്കണ്ടക്ട്, ക്രൈസിസ് മാനേജ്മെൻറ്റ്, അച്ചീവിങ് കംപ്ലൈൻസ് പ്രോഗ്രാം, ലാക്ക് ഓഫ് അച്ചീവിങ് കംപ്ലൈൻസ് പ്രോഗ്രാം എഫിഷ്യൻസി, lack of meaningful risk, lack of open risk aware culture, many risk analysis techniques, poor outcome, lack of analysis and expert on time, issues in identification of risk. നെക്സ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് റിസ്ക് മാനേജ്മെൻ്റ് ആണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻസ് ആണ്. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഐഡൻറ്റിഫൈ ദ റിസ്ക്. നമ്മൾ ഈ റിസ്കിനെ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. അനലൈസ് ദിസ് റിസ്ക്. ഐഡൻറ്റിഫൈ ചെയ്ത റിസ്കിനെ പിന്നെ അനലൈസ് ചെയ്യുന്നു. പിന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? റിസ്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം, എന്തൊക്കെയാണ് ഇതിൽ സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ട്രീറ്റ് ദ റിസ്ക്. ആ റിസ്കിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. പിന്നെ അതിനെ റിവ്യൂ ചെയ്യുന്നു. ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റ് ഓഫ് പ്രോസസ്സിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റ്, അതിൽ ബോണ്ട്, ഇക്വിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന ഫിനാൻഷ്യൽ അസറ്റുകളുണ്ടാവും. ഈ ഫിനാൻഷ്യൽ അസറ്റുകളിലുണ്ടാവുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻ, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, കറൻസി എക്സ്ചേഞ്ച് റേറ്റ്, അതൊക്കെയാണ് മാർക്കറ്റ് റിസ്കിൽ പറയുന്നത്. ഇനി മാർക്കറ്റ് റിസ്കിൻ്റെ ടൈപ്പ് ഓഫ് ആണ് പറയുന്നത്. ടൈപ്പ് ഓഫ് മാർക്കറ്റ് റിസ്ക്. ഇക്വിറ്റി പ്രൈസ് റിസ്ക്. നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ഓണേഴ്സാണ് അല്ലേ? ഷെയറിന് റിയൽ ഓണേഴ്സാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. അവരിൽ ഉണ്ടാകുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻ, ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ നമ്മുടെ ഇക്വിറ്റി പ്രൈസിൽ ബാധിക്കും. ഇതാണ് ഇക്വിറ്റി പ്രൈസ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്താണ് പറയുന്നത്? നമ്മുടെ കറൻസിയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? റിട്ടേൺ കുറയും. ചിലപ്പോൾ റിട്ടേൺ
റിട്ടേണിനെ തന്നെ നമുക്കതിന് ബാധിക്കും. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കറൻസി എക്സ്ചേഞ്ച് റേറ്റാണ്. കറൻസിയിൽ വരുന്ന ഇൻഫ്ലേഷൻസ് അത് നമ്മൾ എന്ത് ചെയ്യും, എക്സ്ചേഞ്ചിലൂടെ നമ്മൾ പണത്തിൻ്റെ മൂല്യം കുറക്കാൻ കാരണമാവും. ഇപ്പം നമ്മുടെ US ഡോളറും നമ്മുടെ ഇന്ത്യൻ കറൻസിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഡോളറിനാണല്ലോ വാല്യൂ കൂടുതൽ. നമ്മുടെ ഇന്ത്യൻ കറൻസിക്ക് ഇൻഫ്ലേഷൻ സംഭവിച്ചുകൊണ്ട് അതിന് മൂല്യം കുറയുകയാണ്. അതാണ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. കമ്മോഡിറ്റി പ്രൈസ് റിസ്ക്, ഗോൾഡ്, സിൽവർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഓയിൽ, അതിൽ വരുന്ന പ്രൈസിൽ വരുന്ന റിസ്കിനെയാണ് കമ്മോഡിറ്റി പ്രൈസ് റിസ്ക് എന്ന് പറയുന്നത്. റെപ്യൂട്ടേഷൻ റിസ്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പോസ്ഡ് ബൈ ദ ബിസിനസ്. ഇറ്റ് റെഫേഴ്സ് ടു എക്സ്റ്റെൻറ്റ് ഓഫ് വിച്ച് ഫേം മീറ്റ് ഇൻ റെപ്യൂട്ടേഷൻ റിസ്ക് നമ്മുടെ നെഗറ്റീവ് പബ്ലിസിറ്റിനെ, നമ്മളെ ബിസിനസ്സിനെ. റെപ്യൂട്ടേഷൻ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ഈവൻറ്റിൽ ഉണ്ടാകുന്ന ഫേംസ് റെപ്യൂട്ടേഷനെ റെഡ്യൂസ് ചെയ്യുകയാണ്. അതായത് നമ്മളെ ബിസിനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിനെ റിമൂവ് ചെയ്യുകയാണ് റെപ്യൂട്ടേഷൻ റിസ്കിലൂടെ പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത